ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കൗതുകം. വൈദ്യുതി ബൾബിൻ്റെ കഥ. കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ കമ്പി ചൂടാകുന്നു. കമ്പിയിലൂടെ ഒഴുകുന്ന വൈദ്യുതി പ്രവാഹത്തെയും കമ്പിയുടെ ഛേദ വിസ്തീർണത്തെയും ആശ്രയിച്ചാണ് കമ്പി ചൂടാകുന്നത്. വൈദ്യുതി പ്രവാഹം കൂടിയാൽ ചൂട് കൂടും. കമ്പിയുടെ ഛേദ വിസ്തീർണം കുറഞ്ഞാലും ഇങ്ങനെ തന്നെ. ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. കമ്പി നന്നായി ചൂടായാൽ അത് കത്തിജ്വലിച്ച് പ്രകാശം പരത്തുമെന്ന ഈ ആശയമാണ് എഡിസനെ ബൾബ് കണ്ടുപിടിക്കാൻ സഹായിച്ചത്. വൈദ്യുതി പ്രവാഹം കൊണ്ട് കമ്പി ചൂടായി പ്രകാശിക്കാൻ നേരിയ കമ്പികളാണ് ഉത്തമമെന്ന് എഡിസൺ മനസ്സിലാക്കി. എന്നാൽ ചൂട് കൂടുമ്പോൾ ഇത്തരം കമ്പി കത്തി ഭസ്മമായി പോകും. വസ്തുക്കൾ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. വലിയൊരു ഗ്ലാസ് ഗ്ലോബ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നേരിയ പ്ലാറ്റിനം കമ്പി ഘടിപ്പിച്ചു. അതിലൂടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. എന്നിട്ട് ഗ്ലോബിലെ വായു പമ്പ് ചെയ്ത് പുറത്തു കളഞ്ഞു. ഗ്ലോബ് സീൽ ചെയ്തു. വൈദ്യുതി കടത്തിവിട്ടപ്പോൾ പ്ലാറ്റിനം കമ്പി വെട്ടിത്തിളങ്ങി പ്രകാശം പരത്തി. പക്ഷേ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പി എരിഞ്ഞുപോയി. പരീക്ഷണം തുടർന്നു. വിലപിടിച്ച പ്ലാറ്റിനത്തിന് പകരം കാർബൺ ഉപയോഗിച്ചു തുടങ്ങി. വ്യത്യസ്തമായ നാരുകൾ ഫെർണസ് വെച്ച് കരിച്ച് കാർബണാക്കി ഗ്ലോബിൽ പിടിപ്പിക്കുക എന്നത് വളരെ ആയാസകരമായിരുന്നു. പരീക്ഷണം മാസങ്ങളോളം തുടർന്നു. അവസാനം കാർബൺ ചുരുൾ കൊണ്ടുള്ള ബൾബ് കത്തി. തുടർച്ചയായി 45 മണിക്കൂർ നേരം കത്തിയ ഈ ബൾബ് ആദ്യത്തേതിനേക്കാൾ പ്രകാശം പരത്തി. പിന്നീട് പൊട്ടിത്തെറിച്ചുപോയി. കാർബണീകരിച്ച നാരുകൾ എളുപ്പം പൊട്ടിപ്പോകുന്നതിനാൽ മറ്റു മാധ്യമങ്ങളെക്കുറിച്ച് എഡിസൺ ചിന്തിച്ചു. പലതരം മുളകൾ വരുത്തി അവയുടെ നാരുപയോഗിച്ച് പരീക്ഷണം തുടർന്നു. കാർബണീകരിച്ച പരുത്തി നൂലാണ് മെച്ചമെന്ന് അദ്ദേഹം കണ്ടെത്തി. 1878 മെൻലോ പാർക്കിൽ പരുത്തിനൂൽ ഫിലമെന്റാക്കി ഉപയോഗിച്ചുകൊണ്ടുള്ള ബൾബുകൾ എഡിസൺ കത്തിച്ച് പ്രദർശിപ്പിച്ചു. അതേ വർഷം തന്നെ ബ്രിട്ടനിൽ സ്വാൻ എന്ന ശാസ്ത്രജ്ഞൻ കാർബൺ ചുരുൾ ശൂന്യമായ ഒരു അറയിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ബൾബ് കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ചു. 1877 ഇംഗ്ലണ്ടുകാരനായ ജോസഫ് സ്വാൻ ബൾബ് കണ്ടുപിടിച്ചിരുന്നു. പല അപാകതകളുമുള്ള ഈ ബൾബിനെ പരിഷ്കരിക്കുകയാണ് എഡിസൺ ചെയ്തത്. 1883 രണ്ടുപേരും ചേർന്ന് ഇന്ന് കാണുന്ന ബൾബ് കണ്ടുപിടിച്ചു. എഡിസൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജനറേറ്റർ നിർമ്മിച്ചതോടെയാണ് വൈദ്യുത ബൾബുകൾ വീഥികളിൽ തെളിയാൻ തുടങ്ങിയത്. വൈദ്യുത ബൾബുകളിൽ വീണ്ടും പരിഷ്കരണങ്ങൾ ഉണ്ടായി. കാർബൺ ചുരുളുകൾക്ക് പകരം ഓസ്മിയം, ടൻറ്റാലം എന്നീ ലോഹക്കമ്പികൾ ഉപയോഗിച്ചു തുടങ്ങി. 1909 ഏറ്റവും അഭികാമ്യം ടങ്സ്റ്റൺ ചുരുളുകളാണ് എന്ന് കണ്ടെത്തി. ശൂന്യ അറയിൽ കമ്പിച്ചുരുളുകൾക്ക് സംഭവിക്കുന്ന ബാഷ്പീകരണം ബൾബിൻ്റെ ആയുസ് കുറച്ചിരുന്നു. ശൂന്യതയ്ക്ക് പകരം നൈട്രജൻ വാതകം ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ അപ്പോൾ കൺവെൻഷൻ മൂലം ഫിലമെന്റിന്റെ ചൂട് കുറഞ്ഞു. തന്മൂലം പ്രകാശം കുറവുമായിരുന്നു. ചുരുട്ടിയ കമ്പിച്ചുരുളുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചു. ഇന്ന് ടങ്സ്റ്റൺ ഹാലോജൻ ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. അയഡിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു വാതകം ബൾബിൽ നിറയ്ക്കുന്നു. ടങ്സ്റ്റണിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഇത് ഉപകരിക്കുന്നു. സവിശേഷമായ വൈദ്യുതീയ ഗുണങ്ങളുള്ള ഒരു ലോഹമാണ് ടങ്സ്റ്റൺ. ഈ ലോഹം 3370 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഉരുകുകയുള്ളൂ. വിവിധ ആകൃതികളിൽ രൂപപ്പെടുത്തുവാനും നേർത്ത നൂൽ ആകൃതിയിൽ വലിച്ചു നീട്ടാനും സാധിക്കുന്നു. ഉയർന്ന താപനിലയിൽ പോലും ഉരുകാതെ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ലോഹം വളരെ ഉത്തമമായി തോന്നി. ഇന്ന് നിർമ്മിക്കുന്ന ഒരു ബൾബിൻ്റെ ശരാശരി ആയുസ് 3000 മണിക്കൂറാണ്. വോൾട്ടേജ് വ്യതിയാനമോ നിർമ്മാണ ദിശയിലെ പാകപ്പിഴകളോ കൊണ്ട് ഈ ആയുസ് കുറയാറുണ്ട്. എന്നാൽ ചില ബൾബുകൾ കൂടുതൽ കാലവും നിൽക്കും. കാലിഫോർണിയയിലെ അലമേഡ നഗരത്തിലെ അഗ്നിശമന ഓഫീസിലാണ് ഇത്തരത്തിലൊരു ബൾബുള്ളത്. യാതൊരു കുഴപ്പവുമില്ലാതെ കഴിഞ്ഞ 82 വർഷമായി ഈ ബൾബ് കത്തുന്നു. ഒരു ദിവസം ശരാശരി 5 മണിക്കൂർ വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ 1,49,650 മണിക്കൂർ ഈ ബൾബ് എരിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു അപൂർവ സംഭവമാണ്.